എന്തിനു വേണ്ടിയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്? തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ആൻസർ എന്തെങ്കിലും വരുമാനം കിട്ടുന്നതിന് വേണ്ടി തന്നെ. സൈഡായിട്ട് ഒന്നെങ്കിൽ നമ്മുടെ മെയിൻ ജോലിയുടെ കൂടെ എന്തെങ്കിലും സൈഡ് വരുമാനം കിട്ടാൻ, അല്ലെങ്കിൽ വീട്ടമ്മയായിട്ടുള്ളവർക്കൊക്കെ അതിൽ നിന്ന് വരുമാനം കിട്ടാൻ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചുമ്മാ നിസ്സാരമായിട്ട് കാണേണ്ടാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പോളിസി. ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിൻ്റെ പോളിസി അനുസരിക്കുക. അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ വളരെ സ്ട്രിക്റ്റാണ് യൂട്യൂബ് പോളിസീസ്. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഉൾപ്പെടെ ഈ വോയിസ് കൊടുത്തൊക്കെ ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ കൂടി അതും എത്രത്തോളം സക്സസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും പോളിസി സ്ട്രിക്റ്റാണ്. ചുമ്മാതെ പറയുന്നതല്ല. കാരണം എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണം, ഒരു മോട്ടിവേഷൻ ഉണ്ടാകണം, സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണം. യൂട്യൂബ് പ്രത്യേകം പറയുന്നത് എല്ലാം നമ്മളിടുന്ന എന്ത് തന്നെയാണെങ്കിലും വീഡിയോസ്, ഷോർട്ട്, ലൈവ് എന്ത് തന്നെയാണെങ്കിലും അതിൽ ക്രിയേറ്റിവിറ്റി വേണം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. അല്ലാതെ ചുമ്മാ തട്ടിക്കൂട്ടി ഇട്ടിട്ട് കാര്യമില്ല. ചുമ്മാ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഒരു വീഡിയോ ഇടുന്നതെന്ന് വെച്ചോ, അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു വോയിസ് പോലും കൊടുക്കാതെ നമ്മുടെ യാതൊരു തരത്തിലുള്ള എഫേർട്ടും എടുക്കാതെ ഇടുന്ന വീഡിയോസൊക്കെ മോണിറ്റൈസേഷൻ ആവാൻ പ്രശ്നമാണ്. അഥവാ ഇനി നിങ്ങൾ മോണിയായ ചാനലാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നതെങ്കിൽ തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക. എന്തെങ്കിലും ഒരു മോട്ടിവേഷനോ എന്തെങ്കിലും സമൂഹത്തിന് പ്രയോജനമുള്ള ഒരു കാര്യമോ അതിൽ കൊണ്ടുവരിക. അതിനനുസരിച്ച് ഡോളേഴ്സ് കിട്ടുന്നതിലും വ്യത്യാസവും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമാണ്, എല്ലാ വീഡിയോസിനും ഡോളർ കിട്ടുമോ? എല്ലാ വീഡിയോസിനും ഡോളർ കിട്ടും. പക്ഷേ നമ്മൾ തരുന്ന കണ്ടൻറ്റിനനുസരിച്ച് കയറുന്ന ഡോളറിൻ്റെ വ്യത്യാസമുണ്ട്. നല്ല കണ്ടൻറ്റ് കൊടുത്താൽ നല്ല ഡോളർ തന്നെ കയറും. നിങ്ങൾ ക്രിയേറ്റിവിറ്റി കൊടുക്കുക. അതിൻ്റെ അകത്ത് നിങ്ങളുടേതായ എന്തെങ്കിലും എഫേർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഫേസ് കാണിച്ച് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞ് വീഡിയോ ഇട്ടാൽ അത്രയും നല്ലത്. അതിപ്പോൾ ലൈവ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും നിങ്ങളുടെ ഫേസ് കാണിച്ച നല്ല വാല്യൂ ഉള്ള വീഡിയോസ് ഇട്ടാൽ അത്രയും നല്ലത്. സൈലൻറ്റ് ലൈവ് ചെയ്യാമോ എന്നുള്ളൊരു കാര്യം പലർക്കും സംശയമായിട്ടുള്ള കാര്യമാണ്. പലരും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലും ഭാഗ്യം കൊണ്ട് ഇതിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ട ആ ഒരു ഇതിൽ നിന്ന് പോന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. സൈലൻറ്റ് ലൈവാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ, അത് മണിക്കൂർ കണക്കിന് നിങ്ങൾ ഓണാക്കി വെക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു ചെക്കിങ്ങിൻ്റെ സമയമുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ ഡോളർ $1/2 ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫുൾ ഡോളർ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ചെക്കിങ് വരും. അപ്പോഴത്തേക്കും നിങ്ങളിടുന്ന ലൈവ് കംപ്ലീറ്റ് നോക്കും, എടുത്ത് കളയും. മോണിറ്റൈസേഷൻ എടുത്ത് കളയും. എന്തായാലും കഷ്ടപ്പെട്ട് ഇത്രയാക്കിയിട്ട് നിങ്ങൾ $100 ആവുമ്പോൾ ഒന്ന് പോകുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പോളിസി ശ്രദ്ധിക്കുക. അതുള്ളൊരു കാര്യമുള്ള സൈലൻറ്റ് ലൈവ് പറ്റില്ല. കാരണം സൈലൻറ്റ് ലൈവ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്ത് പ്രയോജനമാണ് അതുകൊണ്ട് നൽകുന്നത്? യൂട്യൂബിന് എന്ത് പ്രയോജനമാണ് നിങ്ങളുടെ സൈലൻറ്റ് ലൈവ് കൊണ്ട് ഉണ്ടാകുന്നത്? യൂട്യൂബിനെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ ഇതിൽ പരസ്യം ഇടേണ്ടതുണ്ട്. പരസ്യം ഇട്ടതിന് ശേഷം അവർക്ക് വരുമാനം കണ്ടെത്തി നമ്മൾ കൊടുത്താലേ അതിൻ്റെ ഒരു പങ്ക് നമുക്ക് തരുള്ളൂ. അപ്പോൾ ഈ സൈലൻറ്റ് ലൈവ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് 100 ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സ് കിട്ടുമായിരിക്കും, നമ്മുടെ വാച്ച് അവർ കയറി കിടക്കുമായിരിക്കും. അതിൽ നിന്ന് നമ്മുടെ ചാനലിന് പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ സൈലൻറ്റ് ലൈവ് കൊണ്ട് എന്താണ് പ്രയോജനം? നിങ്ങൾ ഫുള്ള് സൈലൻറ്റ് ലൈവാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം യൂട്യൂബ് നിങ്ങളോട് ചോദിക്കും. അതായത് അത് ചോദിക്കുന്ന രീതി മോണിറ്റൈസേഷൻ എടുത്ത് കളഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ മോണി തരാതെ ആയിരിക്കും. സൈലൻറ്റ് ലൈവ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് കുറേ സബ് കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഓക്കെ, സബ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ ചാനൽ ടെർമിനേറ്റ് ആയി പോകുന്നത് വരെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. സബ് കിട്ടും, കുറേ വാച്ച് അവർ കിട്ടുമായിരിക്കും. അതാണോ നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ മോണി ഞാനിങ്ങനെ എടുക്കുകയാണ് അത് യൂട്യൂബ് പറയും. ഇത് ചുമ്മാ പറയുന്നതല്ല. പോളിസി എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്നാൽ നമ്മുടെ വീട്ടിലെ പോളിസിയും കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല. അവരുടെ പോളിസി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കണം. അതിപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ അങ്ങനെയല്ലേ. അല്ലാതെ ഞാനിങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നാൽ വീട്ടിൽ പോയി ഇരുന്നോളാൻ പറയും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സൈലൻറ്റ് ലൈവ് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് യൂട്യൂബിന് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഒരാൾ കണ്ടു കഴിയുമ്പോൾ വീണ്ടും ആളത് ആ ചാനലിൽ വന്നത് കാണാനായിട്ട് തോന്നുന്ന വിധത്തിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവണം. എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. നമ്മളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ വോയിസ് കൊടുത്തിട്ടിട്ടാണെങ്കിൽ പോലും
അതുപോലും പറ്റുന്നില്ല എന്നാണ് ഇപ്പോൾ യൂട്യൂബ് പറയുന്നത്. അപ്പോൾ ഈ സൈലൻ്റ് ലൈവ് അതുപോലെയുള്ള അനക്കമില്ലാത്ത വീഡിയോസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും? എത്ര നാൾ ആ ചാനൽ മുന്നോട്ട് പോകുമെന്ന് ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എഴുതിയിട്ടിട്ട് ലൈവ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് എത്രത്തോളം സക്സസ് ആണെന്നറിയില്ലെങ്കിൽ പോലും നിങ്ങൾ വോയിസ് കൊടുക്കണം, നല്ല കണ്ടൻറ്റ് എഴുതിയിടുക. അല്ലാതെ ഫേക്കായിട്ടുള്ള ന്യൂസ് ഒന്നും അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് എഴുതിയിടാൻ നിൽക്കരുത്, അതൊക്കെ എടുത്ത് കളയും. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റ് കണ്ടൻറ്റ്, റീയൂസ്ഡ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് റിപ്പീറ്റ് കണ്ടൻറ്റ് ഇടാതിരിക്കുക. അതിപ്പോൾ ഒരു സംഭവത്തെക്കുറിച്ച്, ഒരു ബിരിയാണിയെക്കുറിച്ച് തന്നെ നിങ്ങളൊരു 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരേ ഇതിട്ട് നോക്കിയേ, അത് റിപ്പീറ്റ് കണ്ടൻറ്റാണ്. അതെടുത്ത് യൂട്യൂബ് കളയും. വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പോൾ കുക്കിംഗ് വീഡിയോസ് ആണെങ്കിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ളത് ചെയ്യുക, അപ്പോൾ കുഴപ്പമില്ല. റിപ്പീറ്റ് കണ്ടൻറ്റും റീയൂസ്ഡ് കണ്ടൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 സംഭവത്തിൽ വെച്ചിട്ടാണ് യൂട്യൂബ് ഇപ്പോൾ എല്ലാ മോണിറ്റൈസേഷൻ മിക്കതും എടുത്ത് കളയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പോവുക. പലരും പല അഭിപ്രായങ്ങളും പറയും. നിങ്ങൾ പലരും പറയണമെന്നും കേൾക്കണ്ട. നിങ്ങൾ യൂട്യൂബ് പോളിസി എടുത്ത് നോക്കുക, അതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് പോവുക. പലരും പലതും പറഞ്ഞോട്ടെ, അവരത് ചെയ്തോട്ടെ, അത് അവരുടെ ഇഷ്ടം. ഇപ്പോൾ എനിക്ക് എൻ്റെ ചാനലിൽ ഞാൻ എന്തിടണമെന്ന് എൻ്റെ ഇഷ്ടം, അനുസരിക്കാമെങ്കിൽ അനുസരിക്കാം. പോളിസി അത് എത്രത്തോളം പോകുന്ന ബാക്കി അതിനുള്ള പ്രത്യാഘാതവും ഞാൻ തന്നെ അനുഭവിച്ചോളാം എന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ. പക്ഷേ നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് പോകണമെന്നുള്ളവർ പോളിസി അനുസരിക്കുക. ഞാൻ പറയണത് അനുസരിക്കണ്ട, നിങ്ങളൊന്ന് പോളിസി ചെക്ക് ചെയ്ത് നോക്കുക. യൂട്യൂബിൻ്റെ പോളിസി ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് വീഡിയോ ഇടുക. ആര് പറയണതും കേൾക്കണ്ട, ഞാൻ പറയണതും കേൾക്കണ്ട, അതൊന്ന് ചെക്ക് ചെയ്തിടുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.